ഇന്ന് ഹെൽപ്പറായിട്ട് ഉമ്മാക്ക് ആശാനുണ്ട്. എന്റെ പോലെയല്ല രണ്ടാമത്തെ ദിവസം. ഇന്ന് രാവിലെ തന്നെ ഓണീറ്റപ്പം ഉമ്മാക്ക് നല്ല പണിയെടുത്ത് ബെഡിൽ മൂത്രയിച്ചു. എന്നിട്ട് ഒരു കുസലും ഇല്ലാണ്ട് ഫുഡ് കഴിക്കുന്നേ കാണുന്നേ. ഞമ്മക്കൊക്കെ നമ്മൾ എണീക്കുമ്പത്തേക്ക് ഉമ്മ ഫുഡ് ഉണ്ടാക്കി തരുമെങ്കിലും ഉമ്മ ആ സമയത്ത് തിന്നൂല. ഉമ്മാന്റെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടേ തിന്നുള്ളൂ. അങ്ങനെ ഉപ്പ വന്നപ്പം ഉപ്പാന്റെ അടുത്തേക്കാ പോയെന്ന് വിചാരിച്ചേ. പക്ഷെ ആശാൻ റൂട്ട് മാറ്റിട്ടാ പോയെ. പിന്നെ മുറ്റത്തുള്ള കല്ലൊക്കെ വാരിയിട്ട് ചെടിയമ്മിലിട്ടുണ്ട് മാമന്റെ ചീത്തേക്കുന്ന. ഓനെ തിരിച്ച് ചീത്ത പറയാൻ പറ്റാത്താണ്ടെന്ന് തോന്നുന്നു. ചക്കയമ്മിലും വായക്കൂമ്പിലൊക്കെയാണ് ഓന്റെ ദേഷ്യം തീർത്തെ. അതും കഴിഞ്ഞ് കുറെ നേരത്തെ കളിക്ക് ശേഷം കോക്കോമല്ലം കണ്ടിട്ട് ആശാൻ ഉറങ്ങി. ആ സമയത്തില് നമ്മൾ ഉച്ചക്കേക്കുള്ള ബിരിയാണി ഉണ്ടാക്കി. അങ്ങനെ ദിലീപിന്റെ ഒരു പടവും കണ്ട് ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഇന്ന് ഓനെ കുളിപ്പിച്ചതൊക്കെ മാമനായിരുന്നു. നമ്മളെ അനിയന്മാരുടെ മാമൻ വേഷം കാണാൻ നല്ല അടിപൊളിയാ. ഇവർ രണ്ടാളും ഒരുമിച്ചുള്ളപ്പം ഞാൻ അതൊക്കെ എപ്പോഴും എൻജോയ് ചെയ്യലുണ്ട്. അങ്ങനെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അനിയന്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാ. എപ്പോഴും നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലൊക്കെ പോകും. പണ്ടത്തെ നമ്മളെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് പോവാ. ഇന്നും ഉണ്ടായിരുന്നു കുറെ കഥകൾ പറയാൻ. ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നേ ഓനൊന്ന് നിലത്ത് വെച്ചതാ, ഓൻ ഓടിപ്പോയി. അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് ഇന്ന് രാത്രി ഓന്റെ മാമൻ പോവാണ്. ഇനി ഒരു തമ്മിൽ കാണണമെങ്കിൽ ചിലപ്പോൾ 5-6 മാസം എടുക്കും. കാരണം ഒരാൾ നാട്ടിൽ വരുമ്പോ മറ്റാള് നാട്ടിലുണ്ടാവില്ല. മാമൻ പോയ സങ്കടത്തില് ഒരു ബിരിയാണിയെ കഴിച്ച് ഉപ്പാക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഓൻ കിടന്നിറങ്ങി. അപ്പം തന്നെ നടക്കാണ്. പിന്നെ ഇഷ്ടമായ ഫോളോയിലേക്ക് മറക്കല്ലേട്ടാ.